ഡെലിവറി കഴിഞ്ഞാൽ 3 ഹോർമോണുകളാണ് ഒരേ സമയം ക്രാഷ് ആവുന്നത്. പ്രൊജസ്ട്രോൺ 100 മടങ്ങും കോർട്ടിസോൾ 90% കുറയുന്നു. ഈസ്ട്രജൻ തീരെ ഇല്ലാതാകുന്നു. പ്രഗ്നൻസി സമയത്ത് നിങ്ങളുടെ ബേബിയെ പ്രൊട്ടക്ട് ചെയ്യാൻ സപ്രസ് ചെയ്തിരുന്ന ഇമ്മ്യൂണിറ്റി സിസ്റ്റം ശക്തമായി തിരികെ വരുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഹീലിംഗിന്റെ ലക്ഷണമല്ല, അത് ഡിസ്റെഗുലേഷൻ ആണ്. ഇത് നിങ്ങളുടെ ജോയിൻസിലെ സ്വെല്ലിംഗ്, കണക്റ്റീവ് ടിഷ്യൂവിലെ ഇൻഫ്ലമേഷൻ, ബ്രെയിൻ ഫോഗ്, മൂഡ് സ്വിങ്സ് എന്നിവ ഉണ്ടാക്കുന്നു. ഏറ്റവും പ്രധാനം, നിങ്ങളുടെ ടിഷ്യൂസ് ഹീൽ ആവുന്നത് വളരെ സ്ലോ ആയിരിക്കും. സമയം കൊടുത്തതുകൊണ്ട് മാത്രം ഡിസ്റെഗുലേറ്റഡ് ഇൻഫ്ലമേഷൻ മാറുന്നില്ല. മാന ഹെൽത്തിൽ ഞങ്ങൾ മൾട്ടി മോഡൽ അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്റർമിറ്റന്റ് ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി നിങ്ങളുടെ മസ്കുലർ പമ്പിനെ അനുകരിച്ച് ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും സർക്കുലേഷൻ കൂട്ടുകയും ചെയ്യുന്നു. മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് വീക്കമുള്ള ഫ്ലൂയിഡിനെ ടിഷ്യൂസിൽ നിന്നും പുറന്തള്ളാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി നമ്മുടെ റിക്കവറി സ്പീഡ് കൂട്ടുന്നതാണ്. ക്രയോതെറാപ്പി ഇൻഫ്ലമേഷനും വേദനയും കുറയ്ക്കുന്നു. കൂടാതെ ടാർഗറ്റഡ് എക്സസൈസ് ഫംഗ്ഷൻ തിരികെ കൊണ്ടുവരികയും കപ്പാസിറ്റി കൂട്ടുകയും ചെയ്യുന്നു. HBOT ഹൈ പ്രഷറിൽ 100% ഓക്സിജൻ നൽകുന്നു. ഇത് നിങ്ങളുടെ ടിഷ്യൂകളിലേക്ക് സെല്ലുലാർ ലെവലിൽ ഓക്സിജൻ എത്തിക്കുന്നു. അതുപോലെ തന്നെ റിക്കവറി സ്പീഡ് കൂട്ടാൻ വേണ്ടി ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പിയും നമ്മൾ ഇതിനു കൂടെ യൂസ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ റിപ്പയർ പ്രോസസ്സിനെ ഡ്രമാറ്റിക്കലി ആക്സിലറേറ്റ് ചെയ്യുകയും സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും മറ്റെല്ലാ തെറാപ്പികളുടെയും എഫക്റ്റ് കൂട്ടുകയും ചെയ്യുന്നു. നോർമലി 16 വീക്സ് എടുത്ത് റിക്കവറി കാണുന്ന പേഷ്യൻസിന് നമ്മുടെ ക്ലിനിക്കിൽ 8 to 12 സെഷൻസ് എടുക്കുമ്പോൾ തന്നെ വലിയ മാറ്റം അനുഭവപ്പെടുന്നു. ഇതാണ് എവിഡൻസ് ബേസ്ഡ് അഡ്വാൻസ്ഡ് പോസ്റ്റ്പാർട്ടം റീഹാബിലിറ്റേഷൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.